ഇന്ന് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചാൽ അതിനായിട്ട് ഞാൻ കുറച്ച് സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടുക് വറുക്കുന്നതിന് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 വറ്റൽമുളക്, ഒരു മുറി തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. 2 കറിവേപ്പിലയുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും 2 സവാള നീളത്തിലരിഞ്ഞത്, അതിലേക്ക് 2 വറ്റൽമുളക്. ഇത് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. സവാള വേണേൽ കുഞ്ഞായിട്ട് വേണേലും നുറുക്കിയരിയാം, നീളത്തിൽ വേണേലും അരിഞ്ഞിടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞ് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ അതിനകത്തോട്ട് കോവയ്ക്കയും കൂടി ഇട്ട് ഞാൻ അല്പം ചതച്ച് വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങയും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ ഇതിലോട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞ് വെച്ചതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് തയ്യാറാക്കണം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇനി അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കോവയ്ക്കകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അത് ഒഴിച്ച് കോവയ്ക്ക വെന്തതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ഇളക്കി കിട്ടുക. ഇതിന് പ്രത്യേക വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൻ്റെ വെള്ളമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക്. എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അതിൻ്റെ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യണം. നല്ലൊരു മണവും ഒക്കെ വരുന്നത്.